എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ഒരു സംശയമാണ്, നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് ഒരു ഇന്റീരിയർ ഡിസൈനർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യുന്നത് ലക്ഷറി ആണോ അതോ അൺനെസറി ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പേഴ്സണൽ സ്പേസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആ ഒരു സ്പേസിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫംഗ്ഷനലി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതിനുവേണ്ടി ഒരു എക്സ്പെർട്ടൈസ് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫോർ എക്സാമ്പിൾ അവോയ്ഡ് കോസ്റ്റ്ലി മിസ്റ്റേക്സ്. നമ്മൾ മിസ്ഫിറ്റ് ആയിട്ടുള്ള ഫർണിച്ചർ വാങ്ങുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി അറിയാൻ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തൊരു പോയിന്റാണ് സ്പേസ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡിസൈനറെ സംബന്ധിച്ചോളം നമ്മൾ എസ്തെറ്റിക്സിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ ആ ഒരു സ്പേസ് എങ്ങനെ അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷനലി എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കൂടി നമ്മൾ നോക്കിയായിരിക്കും എപ്പോഴും ചെയ്യുക. വളരെ സിമ്പിൾ എക്സാമ്പിൾ ആണ്, നമ്മൾ അതിന്റെ ഓരോ സ്പേസിൽ ഓരോ സ്ക്വയർ ഇഞ്ച് ഏരിയയും നമ്മൾ അതിന്റെ പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ടൈം സേവിങ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. ഒരു ഇന്റീരിയർ ഡിസൈനറെ സംബന്ധിച്ചോളം നമുക്ക് ഒരു വെണ്ടറെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ അല്ലെങ്കിൽ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുക എന്നുള്ളത് ഒരു പബ്ലിക്കിനേക്കാളും കുറച്ചും കൂടി എളുപ്പമുള്ളൊരു കാര്യമാണ്. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈം അതുപോലെ സ്ട്രെസ് കാര്യങ്ങൾ അവർക്ക് മാക്സിമം സേവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻസ്. കസ്റ്റമറെ സംബന്ധിച്ചുള്ള അവർക്ക് എന്ത് വേണം, അവർക്ക് എന്ത് വേണ്ട, അതുപോലെ തന്നെ അവരുടെ ബഡ്ജറ്റിനുള്ളിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക് പല ഓപ്ഷൻസ് അത് കൊടുക്കാനും എപ്പോഴും ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനർക്കായിരിക്കും കൂടുതലും സാധിക്കുക.